ഹലോ നമസ്കാരം. അപ്പോൾ ഞാനുള്ളതേ നമ്മുടെ കാപ്പുമ്മൽ സൈറ്റിലാട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പുമ്മൽ സൈറ്റിൽ വീട്ടിൽ കൂടുതലിനോടനുബന്ധിച്ച് ഫുൾ അപ്പോക്സി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫുള്ള് 2 കൊല്ലമായിട്ട് പൂട്ടിയിട്ടേക്കുന്ന വീടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ക്ലീനാക്കുന്നതാണ്. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ. ഇനി ഇതൊക്കെ ഫുള്ള് വണ്ടി ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതേ നമ്മളകം ഇപ്പോൾ അണ്ടർഫില്ല് ചെയ്യുന്നുള്ളൂ. അണ്ടർഫില്ല് ചെയ്തിട്ട് ഇനി ഫുള്ള് ആസിഡ് വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ കയറി വരുന്നിടയ്ക്ക് കണ്ടോ, വുഡൻ ടൈലാട്ടോ അങ്ങോട്ട് വെച്ചേക്കുന്ന സ്റ്റെയർ കേസ് അടക്കം. ബാക്കി നമ്മൾ 5:3 ഗ്രേ ടൈലാട്ടോ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിതൊരു 2 കൊല്ലം മുന്നേ എടുത്ത വർക്കാണ് കേട്ടോ. അപ്പോൾ കുറേ അമ്മയെല്ലാം മരണപ്പെട്ടുകൊണ്ട് വർക്ക് നിർത്തി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതാ കിച്ചണിലെല്ലാം ഫുള്ള് മൊറോക്കൻ ടൈൽസാട്ടോ ഒട്ടിച്ചേക്കുന്നത്. അല്ല, സ്റ്റെയർ കേസെല്ലാം ഫുള്ള് അന്നത്തെ ഒരു ഫാഷനാണ്, വുഡും ബ്ലാക്കും. ഓർക്ക് ഓവർ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ 45 ഒന്നും ചെയ്യാത്ത. അപ്പോൾ താഴെ 2 ബെഡ്റൂമുണ്ട്. ബെഡ്റൂമിൽ വൈറ്റ് മാറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ബെഡ്റൂമിലെ ബാത്റൂമിൽ നമ്മൾ വുഡൻ ടൈലും അതുപോലെ വൈറ്റ് ടൈലും ലൈൻസ് എല്ലാം കൊടുത്ത് കട്ട് ചെയ്ത്. അത് അന്നത്തെ ഒരു ഫാഷനാണ്. നമ്മൾ 2 കൊല്ലം മുന്നേ ചെയ്ത വർക്കാണ്. അപ്പോൾ അന്നത്തെ ഒരു ഫാഷൻ അതായിരുന്നു. പിന്നെ അത് ഇവിടെ കരിങ്കല്ലിൻ്റെ ഡിസൈനുള്ള ടൈലും അതിൽ തന്നെ കുറച്ച് മൊറോക്കൻ ടൈലെല്ലാം കോട്ടയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂം വൈറ്റ് തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം വൈറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാത്റൂം ഇതാ വുഡൻ ടൈലാട്ടോ, വുഡൻ ടൈലാണ്. അപ്പോൾ അവിടെ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ഫാഷൻ ഇങ്ങനെയാണ് ലൈൻസ് കട്ട് ചെയ്തിട്ടിടൽ. അപ്പോൾ അതാ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു വിളക്കെല്ലാം വെക്കാനുള്ളൊരു ഇതുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടികാൻ്റെ ടൈലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇഷ്ടികാൻ്റെ ഇത് ക്ലേ ആട്ടോ, ക്ലേൻ്റെ ചെറിയ ചെറിയ ടൈൽസാണ്. അപ്പോൾ അതാ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കി ഇവിടെ ഒരു ഡാർക്ക് കളർ വുഡാണ് ചെയ്തേക്കുന്നത്. അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ മൊത്തം ഇത് ക്ലീനാക്കി അണ്ടർഫില്ല് ചെയ്ത് ആസിഡ് വാഷെല്ലാം ചെയ്ത് നല്ല അടിപൊളിയാക്കും. സ്റ്റെയർ കേസിന് ഒരു ബ്ലാക്ക് ടോപ്പ് ബ്ലാക്കാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാ മേലെ അപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ മേലെ നല്ല നീറ്റായിട്ട് അപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയും നമ്മൾ കൊടുത്തേക്കുന്ന വൈറ്റ് ടൈൽ തന്നെയാണ് ബെഡ്റൂമിന്. അല്ല, ബാത്റൂമുണ്ടോ, ബാത്റൂം ഇതാ വൈറ്റും ബ്രൗണും. അപ്പോൾ അന്നിങ്ങനെ ഡബിൾ കളറൊക്കെ വെച്ചിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മേലെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ മേലെ ഇതാ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ വൈറ്റും ബ്ലാക്കും ലൈൻസ് കൊടുത്തിട്ട് വേറൊരു മോഡലാക്കിയിട്ടാണ് ചെയ്തിട്ടോ. അതിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിന് ബോർഡറാക്കിയിട്ട് ബ്ലാക്കാണ് കൊടുത്തത്. അപ്പോൾ അന്നെല്ലാം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്നേരം 45 കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യലുണ്ടായിട്ടില്ല. ഇപ്പോഴൊക്കെ നമ്മളെല്ലാം 45 അടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ പാർട്ടി പറഞ്ഞു വളരെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടേ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫുള്ള് ക്ലീനാക്കാനുണ്ട് കേട്ടോ. അത് മഴയായതുകൊണ്ടാണ് ഇതൊന്നും ക്ലീനാക്കാത്തത്. പിന്നെ അത് ഇവിടെ ഫുള്ള് നമ്മുടെ ഗ്ലാഡിങ് ഒട്ടിച്ച് അപ്പോക്സി ചെയ്താട്ടോ. ഫുള്ള് ഇതെല്ലാം ക്ലേൻ്റെ ടൈലാണ് കേട്ടോ. അത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വർക്ക് ഫിനിഷായിട്ട് ഇവിടെ ഗ്രേൻ്റെ നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ഇത് വരുന്ന ഗ്രേ ടൈപ്പ് ടൈലാട്ടോ ചെയ്തിട്ടുള്ളത്. 1-2 കൊല്ലമായി പണിയെടുക്കാത്ത, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല ഉഷാറാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. ഓക്കെ.